കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. ഇതുവരെ പിടിയിലായ 5 സ്ത്രീകളുടെയും ജാമ്യം റദ്ദ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് കോടതി ഉന്നയിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു, അന്വേഷണം വളരെ ഗൗരവമായി നടക്കുന്നു എന്ന് വേണം പറയാൻ. വിശദാംശങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉമാ തോമസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആരോഗ്യനില മെച്ചപ്പെടുന്നു. 10 ദിവസമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഉമാ തോമസ് മക്കളോടൊക്കെ സംസാരിച്ചു തുടങ്ങി എന്നുള്ള ആശ്വാസകരമാണ്. ഉമാ തോമസ് തിരിച്ചു വരുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയാൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസ് കഴിഞ്ഞ ദിവസം പോലീസ് എടുത്തിരുന്നു. അതിൽ ഇന്നലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വരവ് ചെലവ് കണക്കുകളാണ് പരിശോധിച്ചു വരുന്നത്. അതിനുശേഷം ഈ ആളുകളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ കേസിൽ അറസ്റ്റിലായ 5 പേർക്കും ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. ആ ജാമ്യം റദ്ദ് ചെയ്ത് ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. അതിനുശേഷം മാത്രമേ ഈ സാമ്പത്തിക കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കൂ എന്ന് കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ദിവ്യ ഉണ്ണിയുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി പരിപാടിയുടെ. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണോ ഈ സംഘാടകരുമായി നടന്നിട്ടുള്ളതെന്നാണ് പരിശോധിക്കുന്നത്. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക ഈ പരിപാടിയുമായി എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷമായിരിക്കും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുക. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എല്ലാ ദിവസവും ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ 9-ാം തീയതി ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കും. എസ്കെ. താങ്ക് യു വിഷ്ണു സുരേഷ്.